ഹലോ ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പോളിസാക്കറൈഡ്സിനെ കുറിച്ചാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളിപെപ്റ്റൈഡുകളാണെങ്കിൽ പോളിസാക്കറൈഡുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലേ. കാർബോഹൈഡ്രേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? പോളിസാക്കറൈഡ്. എന്തുകൊണ്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുന്നത്? കാരണം ഇവർ പോളിമേഴ്സ് ആയതുകൊണ്ടാണ് അല്ലേ. പോളിമർ എന്താണെന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. മുന്നേ നമ്മൾ എന്തെടുത്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറയുന്ന ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ഒഴിവായി കിട്ടും, എന്താണ് പോളിമർ എന്നുള്ളത്. അപ്പം നമ്മുടെ പോളിസാക്കറൈഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ. പോളിസാക്കറൈഡുകൾ മാത്രമാണോ കാർബോഹൈഡ്രേറ്റ്? അല്ല. പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. അതുപോലെ ഡൈസാക്കറൈഡുകൾ ഉണ്ട്, മോണോസാക്കറൈഡുകൾ ഉണ്ട്. പോളി മീൻസ് എന്താണ്? ഒന്നിൽ കൂടുതൽ ഉള്ളതിനെയാണ് നമ്മൾ പോളി എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പോളിസാക്കറൈഡ് എന്ന് പറയും. രണ്ട് മോണോസാക്കറൈഡുകൾ കൂടി ചേർന്നിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മളെ ഡൈസാക്കറൈഡ് അല്ലെ. ഡൈ എന്ന് പറയുന്നത് എന്താണ്? 2 അല്ലേ. അപ്പോൾ ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത് രണ്ട് മോണോമേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങാൻ നേരത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് 2 ഫ്രാക്ഷൻസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആസിഡ് സോലുബിൾ പൂൾ, അതുപോലെ തന്നെ ആസിഡ് ഇൻസോലുബിൾ പൂൾ. അപ്പം ഇതിൽ ആസിഡ് ഇൻസോലുബിൾ പൂളിലാണ് നമ്മൾ ആരെ കണ്ടത്? നമ്മുടെ കാർബോഹൈഡ്രേറ്റുകളെ കണ്ടത്. അവിടെ കാർബോഹൈഡ്രേറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല. കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരുന്നു, പ്രോട്ടീൻ ഉണ്ടായിരുന്നു, ഫാറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന 4 പേരും എങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ്? മാക്രോ മോളിക്യൂൾസ് ആണ് അല്ലെ. വളരെ വലിയ മോളിക്യൂൾസ് ആണ് ഈ പറയുന്ന 4 പേരും. അപ്പം പോളിസാക്കറൈഡുകളാണ് കാർബോഹൈഡ്രേറ്റ്, അത് തന്നെയാണ് ഷുഗർ. അപ്പം എല്ലാം ഒന്ന് തന്നെ. പോളിസാക്കറൈഡ് എന്ന് പറയുന്നതും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതും ഷുഗർ എന്ന് പറയുന്നതും എല്ലാം സെയിം തന്നെയാണ്. അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്. ഈ പോളിമറിന്റെ മോണോമർ എന്ന് പറയുന്നത് ആരാണ്? മോണോസാക്കറൈഡ് ആണ്. അപ്പം പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്. അതിൻ്റെ മോണോമർ എന്ന് പറയുന്നതാണ് മോണോസാക്കറൈഡ്. എന്താണ് മോണോമർ? ബേസിക് യൂണിറ്റ്. അതായത് നമ്മുടെ ഈ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സ്ട്രക്ചർ ആണ്. അതൊരു മാക്രോ മോളിക്യൂൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവർ വരുന്നത് ഏത് ഫ്രാക്ഷനിലായിരുന്നു? ആസിഡ് ഇൻസോലുബിൾ പൂൾ അല്ലെ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങാൻ നേരത്തെ തന്നെ നമ്മളൊരു എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെരിമെന്റിലാണ് നമ്മൾ പഠിച്ചത് ഈ പറയുന്ന പോളിസാക്കറൈഡ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, ഈ 4 ആൾക്കാരും വരുന്നത് ആസിഡ് ഇൻസോലുബിൾ പൂളിലാണ്. ഇവരെല്ലാം തന്നെ മാക്രോ മോളിക്യൂൾ ആണ്. അതിൽ ലിപ്പിഡ് മാത്രമാണ് ചെറിയ ഒരു എക്സെപ്ഷൻ ആയിട്ട് അവിടെ പറയുന്നത്. ഇനി പോളിസാക്കറൈഡുകൾ 2 തരത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോട്ടീൻസ് പഠിക്കാൻ നേരം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹോമോ പോളിമർ, അതുപോലെ തന്നെ ഹെറ്ററോ പോളിമർ. ഒരു ടൈപ്പ് മോണോമർ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോളിമറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോ പോളിമർ എന്ന് പറയുന്നത്. അതേസമയം ഹെറ്ററോ പോളിമർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്നിൽ കൂടുതൽ ടൈപ്പ് അല്ലെ, ഒന്നിൽ കൂടുതൽ തരം മോണോമർ കൂടിച്ചേർന്നിട്ടുള്ള ആ ഒരു പോളിമറിനെയാണ് നമ്മൾ ഹെറ്ററോ പോളിമർ എന്ന് വിളിക്കുക. അപ്പം ഇവിടുത്തെ മോണോമർ എന്ന് പറയുന്നത് മോണോസാക്കറൈഡുകളാണ്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ തരം മോണോസാക്കറൈഡുകൾ കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന ആ ഒരു പോളിസാക്കറൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെറ്ററോ പോളിമർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി ഹോമോ പോളിമേഴ്സിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയുന്ന എക്സാമ്പിൾ ആണ് സെല്ലുലോസ് അല്ലെ. സെല്ലുലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എവിടെയാണ്? നമ്മുടെ സെൽ വോളിൽ അല്ലെ. സെൽ വോളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലുലോസ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സെല്ലുലോസിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് കടന്നു വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് സെൽ വോൾ ആണ്. അപ്പം സെല്ലുലോസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ്. അത് മാത്രമല്ല, അതിനെ കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? പ്ലാന്റ്സിന്റെ സെൽ വോളിലാണ് നമുക്ക് സെല്ലുലോസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് എന്താണ്? ദിസ് ഈസ് എ ഹോമോ പോളിമർ. പോളിസാക്കറൈഡ് ആണ്, ഹോമോ പോളിമർ ആണ്. അപ്പം ഇവിടുത്തെ മോണോസാക്കറൈഡിന്റെ പേരെന്താണ്? അല്ലെങ്കിൽ ഇവിടുത്തെ മോണോമറിന്റെ പേരെന്താണ്? നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോസ്. അപ്പോൾ സെല്ലുലോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ഒരു ഹോമോ പോളിമർ ആണ് സെല്ലുലോസ്. അതുപോലെ തന്നെ അനിമൽ ബോഡിയിൽ കാണാൻ സാധിക്കുന്ന പോളിസാക്കറൈഡിന്റെ പേരാണ്
ഗ്ലൈക്കോജൻ അല്ലെ, ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ആനിമൽ ബോഡിയിലാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലൊക്കെ ഈ പറയുന്ന ഗ്ലൈക്കോജൻ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ്. അപ്പം ഗ്ലൈക്കോജൻ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ പോളിസാക്രൈഡ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലൂക്കോസ് കൊണ്ടാണ് അല്ലെ. ഗ്ലൂക്കോസ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഹോമോ പോളിമറാണ് ഗ്ലൈക്കോജൻ. അതുപോലെ തന്നെ ഇനുലിൻ അല്ലെ, ഇനുലിൻ കേട്ടിട്ടുണ്ടാവും. ഇനുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ അല്ല, ഇനുലിൻ ആണ്. അപ്പം ഇനുലിൻ എന്ന് പറയുന്നതും ഒരു ഹോമോ പോളിമറാണ്. എന്തിൻ്റെയാണ്? അവിടുത്തെ മോണോമർ യൂണിറ്റ് അല്ലെങ്കിൽ മോണോസാക്രൈഡ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. അപ്പം ഫ്രക്ടോസ് എന്ന് പറയുന്ന മോണോസാക്രൈഡ് കൊണ്ടാണ് ഇനുലിൻ എന്ന് പറയുന്ന പോളിസാക്രൈഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന സെല്ലുലോസ് പോലെ തന്നെ അവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന മറ്റൊരു പോളിസാക്രൈഡ് ആണ് നമ്മുടെ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് അവർ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഫുഡിനെ അവർ സ്റ്റോർ ചെയ്യുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ഹോമോ പോളിമർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ പോളിസാക്രൈഡ്. ഒരു പോളിസാക്രൈഡ് ആണ്. ഗ്ലൂക്കോസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു പോളിസാക്രൈഡ് ആണ് സ്റ്റാർച്ച് അല്ലേ, സ്റ്റാർച്ച്. ഇനി നമ്മളൊരു പോളിസാക്രൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് എൻഡ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് എൻഡും ലെഫ്റ്റ് എന്ന് പറയുന്നത് നോൺ റെഡ്യൂസിങ് എൻഡുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പോളിസാക്രൈഡിൽ ബ്രാഞ്ചസ് കാണാനായിട്ട് സാധിക്കും. സ്റ്റാർച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാർച്ചിന്റെ പ്രത്യേകത. എങ്ങനെയുള്ള സെക്കൻഡറി സ്ട്രക്ചറാണ് നമ്മുടെ സ്റ്റാർച്ച് ഫോം ചെയ്യുന്നത്? ഹെലിക്കൽ ആയിട്ടുള്ള സെക്കൻഡറി സ്ട്രക്ചറാണ് സ്റ്റാർച്ച് ഫോം ചെയ്യുന്നത്. ഈ ഹെലിക്കൽ സ്ട്രക്ചറിൽ അവർക്ക് എന്തിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും? അയഡിൻ മോളിക്യൂൾസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ അയഡിൻ മോളിക്യൂൾസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് സ്റ്റാർച്ചിന് ഒരു ബ്ലൂ കളർ വരുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ടിഞ്ച് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഹെലിക്കൽ സ്ട്രക്ചേഴ്സിൽ അല്ലെങ്കിൽ ഈ ഹെലിക്സിൽ അവർക്ക് അയഡിൻ മോളിക്യൂൾസിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ സ്റ്റാർച്ചാണ്. അപ്പോൾ കഞ്ഞിവെള്ളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ചില ആംഗിളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ബ്ലൂയിഷ് ടിഞ്ച് കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന അയഡിൻ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി അതിനുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ചില സ്ഥലത്തൊക്കെ ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസ് കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹെലിക്സ് ആണ് അല്ലേ, ഹെലിക്കൽ ഷേപ്പ്. അപ്പോൾ അതാണ് ഹെലിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ പോളിസാക്രൈഡുകൾക്ക് ഉണ്ട്. എന്താണ് സെക്കൻഡറി സ്ട്രക്ചർ എന്നുള്ളതിലും നിങ്ങൾക്ക് ഒരു പക്ഷേ ഡൗട്ട് ഉണ്ടാവും. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? പ്രൈമറി സ്ട്രക്ചർ എന്താ നമുക്ക് ആദ്യം നോക്കാം. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എലമെന്റ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വലിയ വലിയ കോമ്പൗണ്ട്സിനൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഇങ്ങനെയാണ് വലിയ വലിയ കോമ്പൗണ്ട്സിനൊക്കെ വരയ്ക്കുക. അപ്പം ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു മോളിക്യൂളിന്റെ ഒറിജിനൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൈമറി സ്ട്രക്ചറിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? പല രീതിയിൽ നമുക്ക് ഇതിനെ ചുറ്റി വെക്കാൻ പറ്റും. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അതായത് പ്രൈമറി സ്ട്രക്ചറിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? എലമെന്റുകൾ എങ്ങനെ അറ്റാച്ച് ചെയ്യപ്പെട്ടു. അപ്പം ഈ പറയുന്ന പ്രൈമറി സ്ട്രക്ചറിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്കതിനെ ചുറ്റി വെക്കാൻ പറ്റും. അപ്പം ഇവിടെ ഹെലിക്കൽ രീതിയിലാണ് നമ്മുടെ സ്റ്റാർച്ചിനെ ചുറ്റി വെച്ചേക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സ്റ്റാർച്ചിന് സെക്കൻഡറി ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സെല്ലുലോസ് എന്ന് പറയുന്ന അല്ലെ, സെല്ലുലോസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിന് എന്തില്ല? അതിന് ഹെലിക്സ് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് അയഡിൻ മോളിക്യൂൾസിനെ ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ സെല്ലുലോസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ കൊണ്ട് നമുക്ക് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. പേപ്പർ നമ്മൾ ഉണ്ടാക്കുന്നത് പ്ലാന്റിൽ നിന്നാണ് അല്ലെ. പ്ലാന്റിന്റെ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത്. പ്ലാന്റിന്റെ സെൽ എന്ന് പറയുന്നത് അവിടെ സെൽ വോൾ ഉണ്ട്. ദിസ് സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് അല്ലെ. പ്ലാന്റ്സിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത് സെല്ലുലോസിക് ആണ്. ഇതേപോലെ തന്നെയാണ് കോട്ടൺ ഫൈബർ എന്ന് പറയുന്നത് കോട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നതും സെല്ലുലോസ് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് സിമ്പിൾ ആയിട്ടുള്ള പോളിസാക്രൈഡിനെ കുറിച്ചാണ്. ഇനി ധാരാളം കോംപ്ലക്സ് ആയിട്ടുള്ള പോളിസാക്രൈഡുകളും കാണാനായിട്ട് സാധിക്കും. ഇത് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് കാണാൻ സാധിക്കും. ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനിസത്തിന്റെ ബോഡി ബിൽഡപ്പ്
ഹെൽപ്പ് ചെയ്യുക. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു ആളാണ് നമ്മുടെ പോളിസാക്കറൈഡ്. ബാക്കിയുള്ള പ്രോട്ടീൻസിനെ പോലെയൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് ആർക്കും ഉണ്ട്, നമ്മുടെ പോളിസാക്കറൈഡിനും ഉണ്ട്. ഇനി അമിനോ ഷുഗേഴ്സ് എന്ന് പറയുന്നതും ഈ പറയുന്ന പോളിസാക്കറൈഡിന്റെ പ്രസൻസ് അവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പോളിസാക്കറൈഡിനെ കാണുന്ന മറ്റൊരു സ്ഥലമാണ് കെമിക്കലി മോഡിഫൈഡ് ഷുഗേഴ്സ് അല്ലെ. കെമിക്കലി മോഡിഫൈഡ് ഷുഗേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസാമീൻ, എൻ അസറ്റൈൽ ഗാലക്ടോസാമീൻ. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസാമീൻ, എൻ അസറ്റൈൽ ഗാലക്ടോസാമീൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എക്സോസ്കെൽറ്റൺ ഓഫ് ആർത്രോപോഡ്സ്, നമ്മൾ ആർത്രോപോഡ എന്ന് പറയുന്ന വിഭാഗം പഠിക്കാൻ നേരത്ത് അവരുടെ എക്സോസ്കെൽറ്റനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. കൈറ്റിൻ എന്ന് പറയുന്നതും ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചതെല്ലാം തന്നെ ഹോമോപോളിമർ ആണ്. ഹെട്രോപോളിമറിന്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.